Good morning, children. How are you all? I hope all of you are fine. Isn't it? Okay. So today we are going to learn the third lesson of moral science, my neighbors. My neighbors. What do you mean by neighbors? ആരാണ് നമ്മുടെ neighbors? ആരാണ്? അയൽക്കാർ. നമ്മുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ neighbors. Understood? You will be having so many houses near your house. ഒരുപാട് വീടുകൾ അടുത്തില്ലേ? അവിടെയുള്ള ആൾക്കാരാണ് നമ്മുടെ neighbors. Okay? Neighbors are part of our society. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് neighbors. Neighbors are part of our society. They are families living close to each other. അവരെ ഒരു ഫാമിലി ആയിട്ടാണ് താമസിക്കുക അല്ലേ? They are families living close to each other. അവർ ക്ലോസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. They interact and share things and help each other. നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനോട് നമ്മൾ എങ്ങനെയാണ്? We will interact. Interact means what? സംസാരിക്കുക, ഇടപഴകുക. And share things. We will share so many things. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, കൊടുക്കും. And help each other. സഹായിക്കും. Understood? അങ്ങനെയല്ലേ നെയ്ബേഴ്സിനോട്? Okay. Then they will come together for celebrations. They come together. നമ്മുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അയൽക്കാരെയൊക്കെ വിളിക്കാറില്ലേ? We will invite our neighbors for a celebration. Suppose you are having your birthday. ബർത്ത്ഡേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ക്ഷണിക്കാറില്ലേ അടുത്തുള്ള ഫ്രണ്ട്സിനെയും നെയ്ബേഴ്സിനെയൊക്കെ? അതാണ്. അപ്പോൾ നെയ്ബേഴ്സ് എല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് വരും. സെലിബ്രേഷൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഫൺ ഇൻഡീഡ് വെൻ ഓൾ ഓഫ് ദം ഗെറ്റ് ടുഗെദർ. അപ്പോൾ എന്താണ്, നമ്മുടെ നെയ്ബേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വി ആർ ഹാവിങ് ഫൺ. നല്ല രസമാണല്ലേ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ സെലിബ്രേഷൻസിനൊക്കെ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇഫ് യു ആർ സെലിബ്രേറ്റിംഗ് അലോൺ, ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ബി നോ ഫൺ. വലിയ ഫൺ ഉണ്ടാവില്ല. ഇഫ് there are so many people, we will be having so much fun, right? Okay. Then it's New Year's Eve. Neeta, Arun and Geeta are having a great time with their neighbors. അത് ന്യൂ ഇയർ ഈവ് ആണ്, ന്യൂ ഇയർ ഡേ ആണ്. അപ്പോൾ എന്താണ്, നീത, അരുൺ ആൻഡ് ഗീത ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. അവർ മൂന്നാളും നല്ല ഒരു സമയം ചെലവഴിക്കുകയാണ് വിത്ത് ദെയർ നെയ്ബേഴ്സ് എല്ലാവരും കൂടി ഇവർ മൂന്നാളും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ. നൗ ഐ ആം ആസ്കിങ്, വാട്ട് ആർ ദ വേരിയസ് ആക്ടിവിറ്റീസ് യു ഹാവ് വിത്ത് യുവർ നെയ്ബേഴ്സ്? ഇനി നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നെയ്ബേഴ്സായിട്ട് ചെയ്യാറ്? നിങ്ങൾ എന്തൊക്കെ ചെയ്യും ആക്ടിവിറ്റീസ്? തിങ്ക് ആൻഡ് സേ. ഓക്കെ. ചിന്തിക്കൂ, എന്നിട്ട് പറയൂ എന്തൊക്കെയാണ് നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാറ് ആൾക്കാരെ നെയ്ബേഴ്സായിട്ട്. ഓക്കെ ചിൽഡ്രൻ, കളിക്കാറുണ്ടോ? അതോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ് എന്നുള്ളത് ചിന്തിച്ച് പറയുക. തിങ്ക് ആൻഡ് സേ. Then every family has a name, right? നമ്മുടെയൊക്കെ ഫാമിലിക്ക് ഒരു പേരില്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പേരുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ കൈതക്കോട്, അരീക്കൽ, കുന്നമ്പുഴ എക്സെട്ര, അങ്ങനെ പല പേരുകളുണ്ടാവും. അത് ആ ഫാമിലിയിലെ എല്ലാവർക്കും ഒരേ പേര് അല്ലേ? ഫാമിലി നെയിം. ഒരു ഫാമിലിക്ക് ഒരു ഫാമിലി നെയിം ഉണ്ടാവും. അത് യൂണീക്കാണ്. വാട്ട് ഈസ് യുവർ ഫാമിലി നെയിം? നിങ്ങളുടെ ഫാമിലി നെയിം എന്താണ്? അരുൺസ് ഫാമിലി നെയിം ഈസ് ചുങ്കപ്പുരയ്ക്കൽ. അരുണിൻ്റെ ഫാമിലിയുടെ നെയിം എന്താണ്? ചുങ്കപ്പുരയ്ക്കൽ. സോ ടെൽ യുവർ ഫാമിലി നെയിം. ഫാമിലി നെയിം നിങ്ങളുടെ എന്താണ്? ചിന്തിക്കാനൊന്നുമില്ല. യു വിൽ ബി നോയിങ്, റൈറ്റ്? Then Mrs. and Mr. Iyer are the old couple living near Neeta's house. നീതയുടെ ഹൗസിൻ്റെ അടുത്തുള്ള ഓൾഡ് കപ്പിൾ, വയസ്സായ ഒരു കപ്പിളുണ്ട്.
മിസ്സസ് ആൻഡ് മിസ്റ്റർ ആയി, ഹസ്ബൻഡും വൈഫും. അവർ വയസ്സായ ഒരു ഹസ്ബൻഡും വൈഫും നീതയുടെ വീടിനടുത്തുണ്ട്. നിങ്ങളുടെ ഇഫ് യു ആർ ഹാവിങ് ആൻ ഓൾഡ് കപ്പിൾ, ഒരു വയസ്സായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും വീടിന് അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിൽ യു ഹെൽപ്പ് ദം? ഹെൽപ്പ് ചെയ്യൂ അവരെ? വി ഷുഡ് ഹെൽപ്പ് ദം, റൈറ്റ്? ബിക്കോസ് ദേ ആർ ഓൾഡ്. അവർ വളരെ വയസ്സായതാണ്, ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വി ഹാവ് ടു ഹെൽപ്പ് ദം, റൈറ്റ്? അപ്പം നീത എന്ത് ചെയ്യും? ഷീ വിസിറ്റ്സ് ദം ആൻഡ് ഹെൽപ്പ് ദം ടു വാട്ടർ ദ ഗാർഡൻ. നീത അവരെപ്പോഴും വിസിറ്റ് ചെയ്യും, കാണാൻ പോവും, എന്നിട്ട് അവരുടെ ഗാർഡനൊക്കെ വാട്ടർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ചെടികളൊക്കെ നനയ്ക്കാൻ സഹായിക്കും. ബിക്കോസ് ദേ ആർ ലിവിങ് അലോൺ, ദേ ലിവ് അലോൺ. ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത്. വൈ? ദ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ അപ്പ് ആൻഡ് ആർ വർക്കിംഗ് എബ്രോഡ്. അവരുടെ മക്കളൊക്കെ വലുതായി, അവർ വിദേശത്താണ്, വർക്കിംഗ് എബ്രോഡ്. അവരൊക്കെ അവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദേ ആർ അലോൺ. അപ്പോൾ ദീസ് കപ്പിൾ ആർ അലോൺ. ഒക്കേഷണലി നീതാസ് മദർ മേക്ക് സം ഡെലിക്കസീസ് ഫോർ ദം. ചിലപ്പോൾ നീതയുടെ അമ്മ കുറേ ഡെലിക്കസീസ് ഉണ്ടാക്കും. വാട്ട് ഈസ് ഡെലിക്കസീസ്? പലഹാരങ്ങൾ. ചിലപ്പോൾ നീതയുടെ അമ്മ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. ഓക്കെ. Whenever the old couple needs help, their neighbors readily help them. എപ്പോഴൊക്കെ ഈ ഓൾഡ് കപ്പിളിന് സഹായം ആവശ്യമുണ്ടോ, their neighbors, അവരുടെ അയൽക്കാരെല്ലാവരും their neighbors readily, വേഗം ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സി, ഹെൽപ്പിംഗ് അങ്ങനെ വേണം, ഹെൽപ്പ് ചെയ്യണം. ലുക്ക്, Arun is carrying a bag of vegetables to Samira aunty living close by. See, നോക്കൂ, അരുൺ എന്താണ് ക്യാരി ചെയ്യണത്? ഒരു ബാഗ് ഓഫ് വെജിറ്റബിൾസ്. ഒരു ബാഗ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ കൊണ്ടുപോയി സമീറ ആൻറ്റിക്ക് കൊടുക്കുകയാണ്. സമീറ ആൻറ്റി അരുണിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നെയ്ബറാണ്. Who has sent this? ആരാണിത് കൊടുത്തയച്ചത് അരുണ്? His mom. His mom has sent this homegrown vegetables with him. വീട്ടിലുണ്ടായ വെജിറ്റബിൾസ് അരുണിൻ്റെ കയ്യിൽ അമ്മ കൊടുത്തയച്ചതാണ് സമീറ ആൻറ്റിക്ക്. നമ്മുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാവാറില്ലേ? ഇഫ് വി ആർ ഹാവിങ് വെജിറ്റബിൾസ്, ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വി വിൽ ഗിവ് ദീസ് വെജിറ്റബിൾസ് ടു സം ഓഫ് അവർ നെയ്ബേഴ്സ്, റൈറ്റ്? നമ്മൾ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും, അല്ലേ? വി ഹാവ് ടു ഷെയർ. സോ ഹൗ ഡു യു ഷെയർ വിത്ത് യുവർ നെയ്ബേഴ്സ്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നെയ്ബേഴ്സിന് ഷെയർ ചെയ്യാറ്? തിങ്ക് ആൻഡ് സേ. ഓക്കെ. സോ അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ? ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് നെയ്ബേഴ്സ്. നെയ്ബേഴ്സിനെ കുറിച്ച് മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മുടെ വീടിനടുത്തുള്ള ആൾക്കാരാണ് നെയ്ബേഴ്സ്. ദേ ആർ ഫാമിലീസ് ലിവിങ് ക്ലോസ് ടു ഈച്ച് അതർ. പിന്നെ നമ്മളിത് സാധാരണ നമ്മൾ വീട്ടിൽ കാണുന്നതാണ്. ഷെയർ ചെയ്യുക, ആക്ടിവിറ്റീസ്, പല ആക്ടിവിറ്റീസും ഉണ്ട്, ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നെയ്ബേഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്? അണ്ടർസ്റ്റുഡ്? താങ്ക് യു.